എത്തുകയായി തിരുവോണം. അതുപോലെ ചെറിയ ജീവിതത്തെ നമ്മൾ സ്നേഹവും സന്തോഷവും വിശ്വാസവും ബഹുമാനവും ഒക്കെ ചേർത്ത് നമ്മളിങ്ങനെ വലുതാക്കി 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 കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഒരു സ്വർഗമായിട്ടൊക്കെ മാറുന്നത്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അത്തം ദിന ആശംസകൾ. ഇന്ന് അത്തമാണ് കേട്ടോ. കർക്കിടകം അങ്ങ് പോകുന്നതിന് മുന്നേ അത്തം ഞങ്ങൾ എത്തി. ഉള്ള നേരത്തെ കർക്കിടകത്തിന് ഓടിപ്പൊക്കോളാനായിട്ട് അത്തം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്തം ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂവൊക്കെ ഇട്ടു കേട്ടോ. ശരിക്കും അത്തത്തിന് ഇടുന്നത് തുമ്പപ്പൂവാണ്. തുമ്പ കിട്ടാനില്ല. ഞാനാണ് ഇവിടെ നട്ടുവെച്ച തുമ്പ നമ്മൾ മണ്ണിട്ടപ്പോഴത്തേക്കും പോയി. ഈ പരിസരത്ത് എങ്ങും തുമ്പയില്ല. തുമ്പ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തുമ്പ കാട്ടിൽ നിന്ന് പോയി പറിച്ചുകൊണ്ട് വന്ന് നട്ട് പിടിപ്പിച്ച് വളർത്തി വെച്ചത് കേട്ടോ. പക്ഷെ അതെല്ലാം പോയി. പിന്നെ നമ്മുടെ പറമ്പിലെല്ലാം നിറച്ച് തുമ്പ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നെറ്റൊക്കെ ഇട്ട് കോഴീനെ വളർത്താൻ നിർത്തിയപ്പോഴത്തേക്കും അവിടെ നിന്നും തുമ്പ പോയി. അങ്ങനെ തുമ്പയ്ക്ക് ക്ഷാമമായിരുന്നിട്ട് രാവിലെ ആൻസൂട്ടനെ എണീറ്റ് സൈക്കിളും കൊടുത്ത് ആൻസൂട്ടനെ വിട്ടു തുമ്പ പറിക്കാനായിട്ട്. അങ്ങനെ ആൻസൂട്ടൻ 2 തുമ്പയും കൊണ്ട് വന്നു. ഒന്നൊരു കുഞ്ഞു ചെടിയും ഒന്നൊരു വലുതുമായിരുന്നു. ആ വലുതിൽ പൂവെല്ലാം പോയി കൊഴിഞ്ഞു തീർന്ന് 3 പൂവുണ്ടായിരുന്നു. ആ 3 പൂവ് നടുക്ക് വിട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ബാക്കി ഇലയെല്ലാം കൂടെ ചുറ്റുവിട്ടൊരു കുഞ്ഞു പൂക്കളം. ഈ പൂക്കളമാണ് ഇനി വളർന്ന് വളർന്ന് വലിയ ഓണപ്പൂക്കളമായിട്ട് ഉത്രാട പൂക്കളമായിട്ട് മാറുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് വളർത്തി വലുതാക്കി എടുക്കാം എന്നുള്ളതാണ് ഇനി നമുക്ക് മുന്നിലുള്ള അടുത്ത ടാസ്ക് അല്ലടാ. ആദ്യം അത്തത്തിനിടുന്നത് നമ്മൾ തുമ്പപ്പൂവാണ്. പിന്നീടാണ് നമ്മൾ ആ തുമ്പയെ വളർത്തി വളർത്തി ഓരോ പൂക്കൾ ചേർത്ത് വളർത്തി വലുതാക്കി എടുക്കാമല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ലൈഫും. ആദ്യം ചെറിയ എന്തെങ്കിലും വെച്ചാണ് നമ്മൾ എന്ത് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് അതിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ കോൺട്രിബ്യൂഷൻസും കൊണ്ടുവന്ന് നമ്മൾ എല്ലാ റിസ്ക്കും ഏറ്റെടുത്ത് അതിനെ വളർത്തി വലുതാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുടുംബത്തെ നമ്മൾ ഏറ്റവും മനോഹരമാക്കി എടുക്കുന്നതും ഇതുപോലെ സ്നേഹവും പരസ്പര വിശ്വാസവും എല്ലാം കൊണ്ട് നമ്മൾ വളർത്തി വളർത്തി വലുതാക്കി നമ്മൾ നല്ലൊരു കുടുംബമാക്കി മാറ്റും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ഈ ഓണപ്പൂക്കളം എന്ന് പറയുന്നത്. അപ്പം നമ്മളിട്ട് ഓണപ്പൂക്കളം കാണിച്ചു തരാതെ. അപ്പം അത്തപ്പൂക്കളം കാണിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എന്തോന്ന് കാണിക്കാൻ. രാവിലെ എഴുന്നേറ്റ് മുറ്റമെല്ലാം അടിച്ച് നമ്മൾ അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ ഇട്ട ആ ഒരു 3 പൂവ് അതിനകത്ത് 3 പൂവ് അതിനകത്തുണ്ട്. 3 പൂവ്. ആ 3 പൂവാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ എൻ്റെ അത്തപ്പൂക്കളത്തിന് ഭംഗിയേകുന്നത് കണ്ട. പിന്നെ നമ്മൾ നോക്കാമെങ്കിൽ അന്വേഷിച്ച് ഇറങ്ങുവാണെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ കാണുമായിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ അത്ര നോക്കിയില്ല. പിന്നെ നമ്മൾ അന്വേഷിച്ചില്ല എവിടെ ഉള്ളതെന്ന് പൂവൊന്നും അന്വേഷിച്ച് തേടി പോയൊന്നുമില്ല. അപ്പം നമ്മളിവിടെ രാവിലെ തന്നെ നമ്മൾ ഇത് നട്ട് വെച്ചു. ഇപ്പം തന്നെ മഴ പെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിക്കാത്ത. മഴക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് പൂവ് ഇലയിലെടുത്തത്. അതിനെ അങ്ങ് നട്ട് വെച്ചിട്ടുണ്ട്. കിളിർക്കുവാണെങ്കിൽ കിളിർക്കട്ടെ. ഇതെന്താണെങ്കിലും പിടിച്ച് കിട്ടും. ഒരു തുളസിയാണ് നിൽക്കുന്നത്. തുളസിയുടെ ചുവട്ടിലാണ് നട്ട് വെച്ചത്. അപ്പോൾ ആൻസാണെങ്കിൽ ട്യൂഷനും പോട്ടെ, വേദപാഠം പഠിക്കാനും പള്ളി കുർബാന കാണാനും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേട്ടനാണെങ്കിൽ തുണിയൊക്കെ വിരിച്ച് കിടക്കും. അന്നത്തേക്ക് മഴക്കാറ് കയറിയിട്ടുണ്ട്. പൈസ ഉണ്ടടാ, ആ വണ്ടിക്കകത്തുനിന്ന് എടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും 10 20 വേണ്ട. ആ 10 ആയിട്ടുണ്ടോ? 10 രൂപയായിട്ടുണ്ടോ? 19 20 ആ ചില്ലറ കാണൂലേ? ചേട്ടൻ തുണി വെയിലത്തിട്ടപ്പോഴത്തേക്ക് മഴക്കാറ് കയറിയില്ല. അത് എന്നെ വഴക്കുറഞ്ഞതിനാ മഴക്കാറ് ഉള്ള സത്യമല്ലേ പറഞ്ഞോളൂ. ഞാൻ കള്ളമെന്ന് പറയില്ല. പുല്ല് കയറിയേക്കടൊക്കെ അവിടെ പുറകിൽ. ഞാൻ പറഞ്ഞില്ല പുല്ല് മുളച്ചു എന്നാ. ചേട്ടൻ മരുന്നടിക്കുമോ? ആ വഴുതനങ്ങ അങ്ങ് എന്തോ പോലെ ആയിപ്പോയില്ല ചേട്ടാ.
ചേട്ടാ ആ വഴുതനങ്ങ എന്താ പോലെ ആയിപ്പോയി. അത് പോയി. അത് നട്ട് അത് വേറെ ഒന്നും അതിലേക്ക് ചെയ്യണ്ടായിരുന്നു. വളം ഓവറായാലും പോകും. ചാരമൊക്കെ ഓവറായാലും അത് പോകും. ഒരട്ട പോണം നോക്കിക്കേ. അതുപോലെ ഈ മഴ ആയതുകൊണ്ട് ചീരയാവൂല, ഉഷാറായില്ല മഴയത്ത്. ബാക്കിയല്ല കാച്ചിലും ചെറുകിഴങ്ങും ചേനയെല്ലാം ഓക്കെ ആയി. എന്നാടാ എന്നാ എന്നാടാ പറഞ്ഞ? എന്നോടാരും ഒന്നും പറയാറില്ല. ഞാൻ എന്നെ തവിട് കൊടുത്തു വാങ്ങിയതാണ് ഇവിടെ. അവനെന്തേ പോയാ? നീ എവിടെയാടാ? നിന്നോടെന്നാ പറഞ്ഞ? എന്നാ? ആ ആ വെള്ളം വേണമെന്നോ? കുടിക്കാനോ? അവിടെ എനിക്ക് വെള്ളം ഇരിപ്പുണ്ടല്ലോ. ഇതെവിടെന്നാ? ഇതെന്നാ ഇത്? ഈ പള്ളി കൊണ്ടാണോ കുടിക്കാൻ? എന്നാ പിന്നെ നിറച്ചോണ്ട് പോടാ. ഇതെവിടുന്ന് കുഞ്ഞു കുപ്പി? മുട്ടായി വാങ്ങിയത്. എന്നാ അതിനകത്ത് ഉണ്ടൊക്കെ പോക്കറ്റ് ഇട്ട്. ഓ ഓ ആ തുമ്പേ കയറി ചവിട്ടിയാക്കല്ലോ കേട്ടോ. എന്നാ എടാ എടുത്തോണ്ട് പോടാ. നിന്റെ പോക്കറ്റ് ഇട്ടോണ്ട് പോക്കോ. ഞാനാണോ? ബുക്കും പുസ്തകമൊക്കെ എടുത്തോ? പിന്നെ ID കാർഡ് എടുത്തോ? ടാഗ്? മഴ ആറി തുടങ്ങി. വേണ്ട ഫോൺ എടുത്തോണ്ട് പോരുത് കേട്ടോ. കുത്തിയിട്ടേക്കാം. ഇതെങ്ങോ ഒക്കെ ഇവിടെ കിടന്ന് അടിയോടടി. എന്നെ കുന്നിപ്പാണിക്കെട്ട് തവിട്ട് കൊടുക്കാൻ പറഞ്ഞു. കുന്നിപ്പാണി വേണ്ട കേട്ടോടാ. അവരെ കളിക്കിട്ട് ആ രസമല്ലേ. അവനെ കണ്ടു വഴി 4 വഴിക്കോ ഓടിയത്. 2 പൂച്ചയുണ്ട്, 4 വഴി ഓടി. പോടാ. എടാ ആ ബസ് പോകൂടാ, വേഗം ചെല്ല. നാളെ ഒരു ബസ് വന്നില്ലായിരുന്നോ? ഈ CMS KMS? ഇത് വിടർത്താതെ ഇട്ടാണോ അലക്കിയത്? ആ ചേട്ടൻ അവനെക്കാളും കഷ്ടമാണോ വിടർത്താതെ ഇട്ടത്? കയ്യ് ആൻസതാ പോകുന്നു പള്ളിയില്. ഞാനിച്ചിരി വൈറ്റമിൻ ഡി വാങ്ങിയെടുക്കുവാന്ന്. ആൻസൂട്ടനാ പോണേ. ആൻസൂട്ടൻ പോകുന്നു. അപ്പം നമ്മുടെ പൂക്കളമൊക്കെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇച്ചിരി വൈറ്റമിൻ ഡി ഒക്കെ വാങ്ങിയെടുക്കാമെന്ന് ഓർത്തപ്പോൾ ചേട്ടൻ പെരക്കാത്ത ഏറി പോവാ. ആ ചേട്ടനുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊന്നും മുമ്പശത്തൊന്നും ഇറങ്ങി നിൽക്കില്ല. ഈ പൂച്ചയുടെ കാര്യം. ഈ പൂച്ചക്കുഞ്ഞ് മുറ്റത്തോടെ എത്ര നടന്നാലും പെരക്കകത്ത് കയറിയിട്ട് ഈ പൂച്ചക്കുഞ്ഞ് അപ്പി കയറുന്നത്. പിന്നെ ഈ പൂച്ചക്കുഞ്ഞിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറ? എന്ത് ചെയ്യും? മൂത്രം ഒഴിക്കണം. ഞാൻ ഇന്നലെ രാത്രി ഫുള്ള് ഈ അമ്മയും മോനും വെളിയിലായിരുന്നു. അതിൻ്റെ വാതിൽ തുറന്ന വഴി ഓട്ടി വന്നിട്ട് മൂത്രം ഒഴിക്കണം. എടാ നിന്നെ തല്ല വടിയെടുക്കാൻ പോയേക്കോടാ. ഓടറാ. ഓടി വണ്ടി കടിക്കാറാ പൊട്ടാ. ഇവിടെ നമ്മുടെ അവിടെ കന്നാരയിലൊക്കെ പണിയാണ് കേട്ടോ. എന്ത് പണിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ എല്ലാം പണിയാണ്. ഇന്നത്തെ പണിയെക്കുറിച്ചൊന്നും കൂടുതൽ അറിഞ്ഞുകൂടാ.
ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി മുട്ട പുഴുങ്ങി വെച്ചു. റസ്ക് ഇരിപ്പുണ്ട്. പിടി വെച്ചത് കുറച്ച് കേടായി. കഴിഞ്ഞ ദിവസം പിടി വെച്ച് വെച്ചിരുന്നതാണ്. മുട്ട പുഴുങ്ങിയതാണ് ഇത്. ഇനി 4 ഇരിപ്പുണ്ട്. പിന്നെ നമുക്കിവിടെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ചോറ് വേവിച്ചതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ആയി നല്ല ചൂട്. പിന്നെ ഇതിനകത്ത് ഇന്നലത്തെ ചോറ് കുറേ ഇരിപ്പുണ്ട്. അതൊന്ന് ഇന്നലെ വൈകുന്നേരം വെച്ച ചോറാണ്. നല്ല ചോറാട്ടെ. അത് റേഷനരിയാണ്. ഇത് പട്ടിക കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷേ റേഷനരി നല്ല സൂപ്പർ ചോറ്. സൂപ്പർ ചോറ് അല്ല ചേട്ടാ? ഈ റേഷനരി ചോറ് കാണാൻ നല്ല സൂപ്പർ ചോറ് അല്ലേ? ചേട്ടൻ ഇത് കഴിച്ചോ? എപ്പോ? നമ്മുടെ മേടിക്കുന്ന അരിയേക്കാളും മാറിയിരിക്കും. ഇത് ഇന്നലെ ഇട്ടതല്ല നീയാ? അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, എന്തോരം ആൾക്കാരെ ഇതുപോലും കിട്ടാനില്ലാതെ കിടക്കണം. ഞാൻ നോക്കിയിട്ട് സ്വർഗ്ഗം സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. ഈ സാരി വേണ്ടല്ലോ. അതെല്ലാം അലക്കാനുള്ള. യൂണിഫോം അതിനൊന്നും വെയിറ്റ് ഇല്ലാത്തതാ. ചുരുട്ടി ആ സൈഡിലേക്ക് ഇടാം. നടുക്കുള്ള മുട്ട അവിടെ ഇരിക്കണം. അത് മൊത്തം ഇട. തീർന്നേ. 4 സാരിയുണ്ട്. 3 സാരി. പിന്നെ സാരികൾ തന്നെ അളക്കുക. ഇപ്പോൾ ഉള്ളതല്ലാണ്ട് കൂടി ഓവറായിട്ടുണ്ടെങ്കിൽ ചെളി പോകത്തില്ല ചേട്ടാ. അതിന് ഇതന്നെ ഇതാക്കാത്ത ഇപ്പോഴത്തെ ഞാൻ വീണ്ടും ഇടാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ആക്കിയത്. അതല്ല അവൻ്റെ ഉടുപ്പ. അപ്പോൾ ഇത് തുണിയൊക്കെ എടുത്ത് വീണ്ടും അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡാൻസ് നെഹ്റു ആയ ഒരു ഡ്രസ്സാണ്. ആൻസിനെയാണ് നമ്മൾ നെഹ്റു ആക്കിയത് ഇത്തവണ സ്കൂളിൽ നിന്ന്. നെഹ്റു ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആൻസൂട്ടൻ നെഹ്റു ഒക്കെ ആയേ. പക്ഷേ വൈറ്റ് വാങ്ങിച്ചു കൊടുത്തത് അത് നിറച്ച് ചിക്കൻ ബിരിയാണിയായിരുന്നു. തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻസും ഒക്കെ കൂടി സംഘടിപ്പിച്ച കോളേജും തൊടുപുഴയുള്ള എല്ലാ സ്കൂളും കോളേജും എല്ലാം കൂടി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തിന് പിള്ളേരുടെ ഒരു റാലി ന്യൂമാൻ കോളേജ്, അൽഅസർ കോളേജിലെ അൽഅസർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ കോളേജുകളും പിന്നെ തൊടുപുഴയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകൾ അവിടെ നിന്നുള്ള കുട്ടികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആർട്സിൻ്റെ സ്കൂളിൽ നിന്ന് ആർട്സിൻ്റെ SPCയിൽ നിന്നും ഉണ്ടായിരുന്നു പിള്ളേർ. SPC സ്റ്റുഡൻസ് കേഡറ്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആൻസിനെയാണ് നെഹ്റു ആക്കിയത് കേട്ടോ. അനക്സ് എന്ന് പറഞ്ഞൊരു കൊച്ചിനെയാണ് ഗാന്ധിജി ആക്കിയത്. അപ്പം ടീച്ചറെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇവനോട് പറഞ്ഞു വിട്ടിട്ട് ഇവന് വെളവും ബോധവും വല്ലതും ഉണ്ട് ഇവൻ്റെ അടുക്കെന്ന് പറഞ്ഞു. യൂണിഫോം ഇട്ടുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് ടീച്ചർ വിളിച്ചു പറഞ്ഞു 7:30. പിന്നെ നമ്മൾ ഓടിപ്പോയി നെഹ്റുവിൻ്റെ ഉടുപ്പ് അന്വേഷിച്ച് അവൾ കരിമണ്ണൂർ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ലക്കി എടുക്കാച്ച വീഡിയോ ആൻസൂട്ടൻ നെഹ്റു ആയിട്ട് നമുക്ക് അതൊരു അഭിമാന നിമിഷമല്ലേ. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ മഹാന്മാരായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ആ ഒരു സന്തോഷം എനിക്കും ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആൻസൂട്ടനും അനക്സും പിന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് ഭാരത് മാതായായിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ സ്കൂളിൽ നിന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ആൻസൂട്ടൻ നെഹ്റു ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നെഹ്റുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഡിസ്കവറി ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ബുക്സ് ആണെന്നും അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് അവൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അവന് കുറച്ച്
ഇൻഫർമേഷനും കുറച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങളൊക്കെ കിട്ടിയില്ലേ. ഇപ്പം ആൻസ് ഇപ്പം ഇതല്ല എങ്കിൽ ആൻസിന് ഇപ്പം ആ ഒരു വിവരങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചാലും അത് പിള്ളേരെ അത് പഠിച്ചു, പരീക്ഷയ്ക്ക് വന്നു, മറന്നുപോയി, അത്രയായിട്ട് അങ്ങ് നിന്ന് പോകും. പക്ഷെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് അതാണ് ഏറ്റവും മുഖ്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പഠനത്തെക്കാൾ ഉപരിയായിട്ട് ഇതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന, വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറേ അറിവുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. ഓരോ കാര്യങ്ങളും നമ്മളും പഠിച്ചു വന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്, നമ്മൾ കാണാതെ പഠിച്ചു വെച്ച കുറേ തിയറികളും കുറേ സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നില്ല, നമ്മൾ എത്രത്തോളം അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ചില അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ അല്ലേ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു അത്തം നാളിൽ, നാളെ ചിങ്ങം ഒന്നാണല്ലേ, അപ്പോൾ ഈ ഒരു അത്തം നാളിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അത്തം ദിനാശംസകൾ. ചെറിയ പൂക്കളമിട്ട് അതിനിങ്ങനെ വളർത്തി വലുതാക്കി 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 വലിയ പൂക്കളമിട്ട് കഴിയുമ്പോൾ വലിയ ഉത്സവം എത്തുകയായി തിരുവോണം. അതുപോലെ ചെറിയ ജീവിതത്തെ നമ്മൾ സ്നേഹവും സന്തോഷവും വിശ്വാസവും ബഹുമാനവും ഒക്കെ ചേർത്ത് നമ്മളിങ്ങനെ വലുതാക്കി 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 കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഒരു സ്വർഗമായിട്ടൊക്കെ മാറുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ ഓരോ ആഘോഷങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.